ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റേറിയൻ ഹോട്ടലിൽ കിട്ടുന്ന തക്കാളി ചട്നിയാണ്. തേങ്ങയൊന്നും ഒട്ടും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകാണ്. ഞാനിവിടെ ഒരു 5 കാശ്മീരി മുളകും 1 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വറ്റൽമുളക് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 3-4 എണ്ണം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കട്ടിയാതെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതെല്ലാം ലാസ്റ്റ് അരച്ചെടുക്കാനുള്ളത് കൊണ്ടാണ്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി എടുക്കണം. വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 20ഓളം ചെറിയുള്ളിയാണ്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. തീരെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 20 എണ്ണം എടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി നിറമൊന്നും മാറണ്ട, ആവശ്യത്തിനൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. സവാളയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ പഴുത്ത തക്കാളി വേണം കേട്ടോ ഇതിലേക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അധികം പഴുക്കാത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ ചട്നിക്ക് പുളി കൂടുതലായിരിക്കും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ആവശ്യത്തിന് പഴുത്ത തക്കാളി വേണം എടുക്കാൻ. ഇപ്പോൾ തക്കാളി എല്ലാം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ഇതുപോലെ വളരെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ കളർ മാറിപ്പോവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ചട്നിയിൽ വേപ്പില ചേർക്കാറില്ല, അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ചട്നി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പുളിയുള്ള തക്കാളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചട്നിയിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോഴാണ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള തക്കാളി ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.